നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് വാസ്തു സംബന്ധമായിട്ടുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യാം. കുറെ ദിവസങ്ങളായി വാസ്തുശാസ്ത്രപരമായിട്ടുള്ള വിഷയം അവതരിപ്പിച്ചിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും എത്തിക്കേണ്ടത് ഒരു ചാനലിന്റെ കടമ തന്നെയാണ്. ചില സന്ദർഭങ്ങൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വീഡിയോകളെ കുറിച്ച് ആലോചിക്കുന്നത്. അടുത്തിടെയായിട്ട് വാസ്തു സംബന്ധമായിട്ടുള്ള പരിശോധനകൾ നടത്താതെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു സ്ഥലം വാങ്ങിക്കുകയുണ്ടായി. പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ സ്ഥലത്തിന് വാസ്തുദോഷം നല്ല രീതിയിലുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തിന് നിരന്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്തപ്പോഴാണ് ഇത് നോക്കേണ്ട ആവശ്യകത അദ്ദേഹത്തിന് മനസ്സിലായത്. ലക്ഷക്കണക്കിന് തുക നാം മുടക്കി വസ്തു വാങ്ങും. ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധനെ സമീപിച്ച് അതൊന്ന് പരിശോധിക്കുന്നതിന് അധികം തുകയൊന്നും ചെലവാകില്ല. അങ്ങനെയുള്ള ആ ചെലവുകൾ ലാഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ലക്ഷ്യങ്ങൾ വെള്ളത്തിൽ കളയുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ടാണ് വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് കരുതിയത്. ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ അതിന് ദോഷമുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വസ്തു നമുക്കും നമ്മുടെ പിൻ തലമുറക്കാർക്കും പ്രയോജനകരമാകണം. ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ വീട് വയ്ക്കുമ്പോൾ അതിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നാം എല്ലാം വസ്തു വാങ്ങുന്നതും വീട് വയ്ക്കുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലം വാങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളെയാണ് ഇന്ന് നാം ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. വസ്തു വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഒരു പുതിയ സ്ഥലം നാം വാങ്ങുമ്പോൾ വാസ്തുശാസ്ത്രപരമായി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. വാസ്തുശാസ്ത്രപരമായി അല്ലാതെയും നിരന്തരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പ്രതിപാദിക്കുന്ന വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വസ്തു വാങ്ങിയതിനു ശേഷം അബദ്ധമായി എന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കാൻ ആദ്യം തന്നെ അത് നോക്കിയതിനു ശേഷം വാങ്ങിക്കുക എന്നാണ് എൻ്റെ ഉപദേശം. ഒരു സ്ഥലത്തിന് ദോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകണമെന്നില്ല. ഒറ്റ നോട്ടത്തിൽ നല്ല വൃത്തിയുള്ള സ്ഥലം, നല്ല ആകൃതിയൊത്ത സ്ഥലം എന്നിരുന്നാൽ പോലും അതിൽ നല്ല ദോഷങ്ങൾ ചിലപ്പോൾ പതിയിരിപ്പുണ്ടാകും. അത്തരത്തിലുള്ള കാഴ്ചയിൽ നല്ലൊരു സ്ഥലമാണ് എങ്കിൽ പോലും അതിൽ പ്രശ്നങ്ങൾ പതിയിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ദൈവാധീനം നോക്കുന്നത് നല്ലതാണ്. ആ വസ്തുവിന്റെ ദൈവാധീനം നോക്കി അത് ശ്മശാന ഭൂമിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദോഷങ്ങളുള്ള ഭൂമിയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഒരു സ്ഥലത്ത് 10 സെന്റ് സ്ഥലം വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു, അത് വാങ്ങിക്കോട്ടെ എന്ന് എന്നോട് വിളിച്ച് ചോദിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ദൈവാധീനം നോക്കിയപ്പോൾ, രാശിയെടുത്ത് നോക്കിയപ്പോൾ അത് ശ്മശാന ഭൂമിയാണ് എന്ന് മനസ്സിലായി. ഇത്രയധികം ദോഷമുള്ള ഒരു ഭൂമി ഞാൻ അതിനു മുമ്പ് പ്രശ്നത്തിലൂടെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഭൂമി വാങ്ങേണ്ട എന്ന് ഞാൻ ഉപദേശിച്ചുവെങ്കിലും അദ്ദേഹത്തിനും ഉള്ളിൽ ഒരു സംശയം ഉടലെടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എന്നോട് വീണ്ടും അത് കുഴപ്പമുണ്ടോ, വളരെ ലാഭത്തിന് കിട്ടുന്നതാണ്, നമുക്ക് വീട് വെക്കാനൊന്നും അല്ലല്ലോ, വാങ്ങട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു, ശ്മശാന ഭൂമിയാണ്, നിങ്ങൾ ഒന്നുകൂടി ഇതൊന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇത് നല്ല ഭൂമിയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സമീപവാസികളെയൊക്കെ കണ്ടു. പലർക്കും ഈ ഭൂമിയുടെ ശുഭാശുഭങ്ങളൊന്നും അറിയില്ല. ഒരു കാര്യം അദ്ദേഹത്തിന് ഉറപ്പായി, ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് വളരെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. മാനസികമായിട്ട് പ്രശ്നങ്ങളില്ലാത്ത ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീട്ടുകാരും ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് എല്ലാ വീട്ടിലും ഒരു മാനസിക രോഗിയെങ്കിലും ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ഉറപ്പായി. ഒരു സ്ഥലത്ത് അസ്ഥിദോഷം ഉണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം എന്നുള്ളത് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും ഇതിനെക്കുറിച്ച് അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടാകുകയും വളരെ മുതിർന്ന ആ ഭാഗത്തുള്ള എല്ലാ വ്യക്തികളെയും അദ്ദേഹം ഓരോരുത്തരെയായി പോയി കണ്ടു. അങ്ങനെ കണ്ടപ്പോൾ ഒരു വ്യക്തി ആ സ്ഥലത്തിന്റെ ചരിത്രം പറയുകയുണ്ടായി. ഒരു കൊച്ചി രാജാവിന്റെ കാലത്ത് വലിയ യുദ്ധം ഉണ്ടാകുകയും ആ യുദ്ധത്തിൽ 200ഓളം അദ്ദേഹത്തിന്റെ ഭടന്മാർ കൊല്ലപ്പെടുകയും ചെയ്തപ്പോൾ ആ കൊല്ലപ്പെട്ട ഭടന്മാരെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവന്ന് കുഴിച്ചിട്ട സ്ഥലമാണ് ഈ പ്രസ്തുത 10 സെന്റ് സ്ഥലം എന്നുള്ളത്. അത് പിന്നീട് കാലപ്രവാഹത്തിൽ പലരുടെയും കൈമറിഞ്ഞു വന്നു. അവിടെ വീട് വെച്ച് താമസിച്ച് അതിനോട് സമീപത്തൊക്കെ നിരവധിയായിട്ടുള്ള വീടുകൾ വന്നു.
ഈ 10 സെന്റ് സ്ഥലം ഒഴിച്ച് മറ്റുള്ള സ്ഥലങ്ങളെല്ലാം വീടുകളും ഒക്കെ വന്നപ്പോൾ അവർക്കൊക്കെ അധപ്പതനവും അതോടൊപ്പം തന്നെ ഓരോ വീട്ടുകാർക്കും മാനസിക പ്രശ്നങ്ങളും ഒക്കെ ഉടലെടുക്കുകയുണ്ടായി. അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് അവരൊക്കെ അവരുടെ വസ്തു വളരെ കുറഞ്ഞ വിലയ്ക്ക് വിറ്റുപോകേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടായി. ഇപ്പോഴും ഇതേ ഒരു സാഹചര്യം, കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അത് വാങ്ങട്ടെ എന്ന് ചോദിച്ചു നോക്കിയപ്പോൾ, രാശി വെച്ച് നോക്കിയപ്പോൾ അത് ഇതേപോലെ തന്നെ ദോഷസ്ഥലമാണ് എന്ന് മനസ്സിലാകുകയും അതിനെക്കുറിച്ച് പിന്നീട് അന്വേഷിച്ചപ്പോൾ ആ സ്ഥലവും ഇതേപോലെ പ്രശ്നമുള്ള സ്ഥലമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ടാണ് വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു പ്രയോജനകരമാകട്ടെ, അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചത്. അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധനെ കാണിക്കാനുള്ള ചെറിയ തുക നിങ്ങളുടെ വലിയ തുകയ്ക്ക് നഷ്ടം വരുത്താതിരിക്കട്ടെ എന്നുള്ള സതുദ്ദേശം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഉപദേശം തേടണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാം. അധമ ഭൂമികളെ നമുക്ക് പലതരത്തിൽ പറയാം. ശ്മശാന ബന്ധമുള്ള ഭൂമി, സർപ്പബന്ധമുള്ള ഭൂമി, സർപ്പ സാന്നിധ്യമുള്ള ഭൂമി, യുദ്ധഭൂമി, ക്ഷേത്രങ്ങളുടെ ദൃഷ്ടിയിൽ വരുന്ന ഭൂമി, വെട്ടും കുത്തും കൊലപാതകങ്ങളും ഒക്കെ നടന്ന ഭൂമി, അങ്ങനെയുള്ള ഭൂമിയെയും യുദ്ധഭൂമിയായിട്ട് കണക്കാക്കണം. ഇത്തരത്തിലുള്ള ഭൂമികളെല്ലാം അധമഗണത്തിൽപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ഭൂമി വാങ്ങി അവിടെ വീട് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് അധപ്പതനം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും സാമ്പത്തിക അധപ്പതനവും അതേപോലെ തന്നെ രോഗപ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. കാഴ്ചയിൽ ഒരുപക്ഷെ വളരെ നല്ല ഭൂമിയായിട്ട്, ഐശ്വര്യമുള്ള ഭൂമിയായിട്ട് അനുഭവപ്പെട്ടേക്കാം. എന്നിരുന്നാലും ഇത്തരത്തിൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രശ്നചിന്തയിലൂടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ആരൂഢ രാശിയുടെ 4, 10 ഭാവങ്ങൾ എന്നീ ഭാവങ്ങളിലൊക്കെ പാപബന്ധങ്ങൾ വരിക. അങ്ങനെ വരുമ്പോൾ ഭൂമിക്ക് ദോഷം പറയേണ്ടിയിരിക്കുന്നു. സ്ഥലപ്രശ്നേഷു സ്ഥിരം രാശി ശുഭം മതം എന്നാണ്. സ്ഥലപ്രശ്നത്തിൽ ചരരാശി കിട്ടുന്നത് അധമവും സ്ഥിരരാശി ഉത്തമവുമായിട്ടാണ് പറയുന്നത്. വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത് 4-ാം ഭാവം കൊണ്ടാണ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ദൈവാധീനം കുറവായി കാണുകയാണെങ്കിൽ ആ വസ്തു വാങ്ങുന്നത് നടക്കാൻ തന്നെ സാധ്യത കുറവാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അങ്ങനെ നടക്കാൻ സാധ്യത കുറവുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തിക്കൊണ്ട് അതിന്റെ സാധ്യതയെ വർദ്ധിപ്പിക്കാവുന്നതാണ്, തടസ്സങ്ങളെ ഇല്ലാതാക്കാവുന്നതാണ്. ഒരു വസ്തുവിനെ കുറിച്ച് നോക്കുവാനായിട്ട് ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധൻ പോകുന്ന വേളയിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന നിമിത്തങ്ങളും അനുഭവങ്ങളും ഒക്കെ ആ വസ്തുവിന്റെ ശുഭാശുഭങ്ങളെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധന് ആ വസ്തുവിന്റെ ശുഭാശുഭങ്ങൾ നിമിത്തങ്ങളും സ്വാനുഭവങ്ങളും കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിരവധിയായിട്ടുള്ള ആളുകൾ വന്നു ചേരുന്ന പൊതുസ്ഥലങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളുമൊക്കെ വാസ്തുശാസ്ത്രപരമായിട്ട് ശുഭകരമല്ല എന്നാണ് പറയേണ്ടത്. നാം ഒരുപാട് പണം മുടക്കി വസ്തു വാങ്ങിയതിനു ശേഷം അത് വീട് വെക്കാൻ യോഗ്യമല്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മളുടെ പണമെല്ലാം നഷ്ടമായതിന് തുല്യമാകും. പിന്നീട് ഗത്യന്തരമില്ലാതെ ചിലപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് തന്നെ വീട് വെക്കേണ്ടതായിട്ട് വരികയും ചെയ്താൽ അത് ആ കുടുംബത്തിന്റെ തന്നെ അധപ്പതനത്തിനോ അല്ലെങ്കിൽ താഴ്ചകൾക്കോ ഒക്കെ കാരണമായി തീർന്നേക്കാം. വീട് വെച്ച് അതിൽ താമസിക്കാൻ തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നതിനേക്കാൾ നല്ലത് മുൻകൂട്ടി ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം നല്ല ഭൂമിയാണെങ്കിൽ മാത്രം വാങ്ങുക, വീട് വയ്ക്കുക. ഇത്തരത്തിൽ പരിശോധിക്കുന്നത് വഴി നമുക്കൊരു ആത്മവിശ്വാസം നൽകുകയും ചെയ്യും. അതുവഴി നമുക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ പണം മുടക്കി വസ്തു വാങ്ങുമ്പോഴും വീട് വയ്ക്കുമ്പോഴും ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധനെ നിശ്ചയമായിട്ടും നിങ്ങൾ സമീപിക്കുക. ഉറപ്പുവരുത്തിയതിനു ശേഷം വാങ്ങുക. നിസ്സാര കാര്യത്തിനു വേണ്ടി നിങ്ങളുടെ ലക്ഷക്കണക്കിനുള്ള തുക നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ്. വാസ്തുശാസ്ത്രപരമായിട്ട് നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.